ഗൈസ്, ഇതൊരു അഡ്വഞ്ചർ ഹൈക്കിംഗ് ആണ് കേട്ടോ. ഹൈക്കിംഗ് ഓവർ മൗണ്ടെയിൻ. ആക്ച്വലി ഇതിൻ്റെ ഭീകരതയോ ഇത്ര അഡ്വഞ്ചർ ആണെന്ന് അറിഞ്ഞിട്ടോ ഉള്ളൊരു കാൽനടയല്ല ഇത്. ഞങ്ങൾ ജബൽ ഷംസിൽ വന്നതാണ്. പൊതുവെ എല്ലാവരും വരുന്ന പോലെ തന്നെ ജബൽ ഷംസിൽ വന്നു. അവിടെ എല്ലാവരും ഗ്യാദർ ചെയ്യുന്നൊരു പ്ലേസ് അറിയാമല്ലോ, ടോപ്പ് ഓഫ് ദ മൗണ്ടെയിൻ. അവിടെ ഞങ്ങൾ ഒരു ദിവസം നിന്നു. പിറ്റേ ദിവസം രാവിലെയാണത്. അപ്പോൾ നമ്മൾ ഒരു ഓഫ് റോഡ് ഉണ്ട്, കുറച്ചും കൂടി പോരുന്നുണ്ട് ആ ടോപ്പിൽ നിന്ന്. അപ്പോൾ നമ്മൾ കുറേ വണ്ടികളൊക്കെ പോകുന്നുണ്ടായിരുന്നു. നമ്മളതിൻ്റെ പുറകാലെ പോയി. ആ റോഡ്, ഓഫ് റോഡ് അവസാനിക്കുന്ന സ്ഥലത്താണ് ഈ പാത്ത് വേ തുടങ്ങുന്നത്. ഇത് ഒരു ഭയങ്കര അഡ്വഞ്ചറായിട്ടുള്ളൊരു ഹൈക്കിംഗ് ആണ്. അതായത് നമ്മൾ ആ ടോപ്പ് ഓഫ് ദ മൗണ്ടെയിൻ ഉണ്ടല്ലോ നമ്മൾ ഗ്യാദർ ചെയ്യുന്നത്, അവിടെ നിന്ന് താഴോട്ട് നോക്കിക്കഴിഞ്ഞാലുള്ളൊരു ഭീകരത നിങ്ങൾക്ക് എല്ലാവരും ആസ്വദിച്ചിട്ടുണ്ടാവും, വന്നവരൊക്കെ. അപ്പോൾ സപ്പോസ് അതൊരു 2000 മീറ്റർ ആഴത്തിലുള്ളൊരു ഗർത്താണെന്ന് വിചാരിക്കുക. അവിടെ നിന്ന് നിങ്ങൾ ചാടിയിട്ട് ഒരു കറക്റ്റ് മിഡിൽ ഒരു 1000 മീറ്ററിൽ നിങ്ങൾ നിന്നു എന്ന് വിചാരിക്കാം. അവിടെ ഒരു പാത്ത് വേ, അത്രയും ആ ഒരു ഗർത്തത്തിൻ്റെ നടുക്കൂടെ ഒരു പാത്ത് വേ, അതാണിത് കേട്ടോ. അപ്പം ആക്ച്വലി അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങൾ ഫസ്റ്റ് ഇതിൻ്റെ ബോർഡൊന്നും വായിച്ചിട്ടില്ല. ബോർഡ് നമുക്ക് അത്ര ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഞങ്ങൾ എല്ലാവരും നടന്നപ്പോൾ ഞങ്ങൾ നടക്കുന്നു. എല്ലാവരും എന്ന് പറഞ്ഞാൽ യൂറോപ്യൻസ് ഉള്ളി, ഓക്കെ, അല്ലാതെ അവിടുത്തെ നാട്ടുകാരോ ഇന്ത്യക്കാരോ ഒന്നും കണ്ടില്ല. പക്ഷേ ഞങ്ങൾക്ക് അഭിമാനിക്കാം, അന്ന് അവിടെ ഇന്ത്യക്കാരെ പ്രതിനിധീകരിച്ച് ഞങ്ങളുണ്ടായിരുന്നു. ബാക്കി എല്ലാവരും പുറത്ത് യൂറോപ്യൻസ് ആയിരുന്നു, നമ്മളെ സായിപ്പ് മദാമൊക്കെ. അങ്ങനെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബോർഡേ ഞങ്ങൾ കണ്ടുള്ളൂ. കാരണം 200 മീറ്റർ കഴിഞ്ഞാൽ അവിടെ ഒരു ജ്യൂസ് ഉണ്ട്, കൂൾ ഡ്രിങ്ക്സ്, അതുപോലെ തന്നെ കോഫിയൊക്കെ ഉണ്ട്. അപ്പോൾ ഓക്കെ, നമ്മൾ അവിടെ പോയിട്ട് തിരിച്ചു വരാം, ചായ കുടിച്ചിട്ട് വരാമെന്നുള്ള രീതിയിൽ പോയതാണ്. പക്ഷേ ആ ഒരു പാത്ത് അവിടെ ഒന്നും അവസാനിക്കുന്നില്ലായിരുന്നു. ഇതാണ് ആ കട കേട്ടോ. പക്ഷെ നമ്മളൊന്നും വാങ്ങിയില്ല. നമ്മൾ നോക്കുമ്പോൾ കുറേ ദൂരത്തൊക്കെ ആൾക്കാർ നടന്നു പോകുന്നുണ്ട്. ചെറിയൊരു പാത്ത് വേ ഉണ്ട്. ഭയങ്കര അഡ്വഞ്ചറാണ് ഇത്. ആക്ച്വലി ഞങ്ങൾ കണ്ടോ, അവർ പോകുന്ന നോക്ക്, ഒന്ന് ചില സ്ഥലങ്ങളൊക്കെ ഭയങ്കര നാരോ ആയിട്ടുള്ള, ഒരു കാല് പോലും വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല. ഒന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ നമ്മൾ ആ ഗർത്തത്തിലേക്ക് വീഴുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു പോവാം. ഞങ്ങൾ രണ്ടുപേരും പൊതുവെ ഇൻട്രസ്റ്റഡ് ആണ്. കുറച്ച് അഡ്വഞ്ചേഴ്സ് ആയിട്ടുള്ള പരിപാടിയൊക്കെ ഞങ്ങൾക്ക് പറ്റും. പക്ഷേ കുട്ടികളുടെ കാര്യത്തിലായിരുന്നു ഡൗട്ട്. പക്ഷെ അവരും ഭയങ്കര ഇൻട്രസ്റ്റോടെ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. പിന്നെ എനിക്ക് പേടി സ്വരേനയായിരുന്നു. പക്ഷെ അവളും പറഞ്ഞു പോവാം, എന്താണെന്നറിയാലോ, കാണാം എന്ന് പറഞ്ഞിട്ട് പോവാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് എന്നെ ഹസ്ബൻഡ് ചീത്ത പറയുന്നുണ്ട്, വീഡിയോ എടുത്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ചാടുന്നു പറഞ്ഞിട്ട്. പക്ഷേ എന്നാലും ഇതൊക്കെ പകർത്താതെ എങ്ങനെയാണ് ലൈഫിൽ നമ്മൾ ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ പകർത്തിയിട്ടില്ലെങ്കിൽ പിന്നെന്താ. കുറേ വയസ്സാങ്കാലത്തൊക്കെ ഇതൊക്കെ ഇരുന്ന് കാണുമ്പോൾ നല്ല രസമല്ലേ. അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ഇത് എത്ര നിങ്ങൾക്ക് എഫക്റ്റ് ആവുമെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ വരണം. ഈ പാത കണ്ടോ, ഈ ഒരു പാതയിലൂടെ വേണം നമ്മൾ പോകാൻ. ഇത് കണ്ടോ, ഒന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ അതിനുള്ളിലോട്ട് വീഴുകയും ചെയ്യും. അപ്പോൾ ഇത് ഭയങ്കര അഡ്വഞ്ചറാണ് കേട്ടോ, ഭയങ്കര രസമാണ്. നമുക്ക് മുകളിലോട്ട് പോയിക്കഴിഞ്ഞാൽ തലയും ഇറങ്ങും, താഴോട്ട് പോയി കഴിഞ്ഞാൽ അതേ എഫക്റ്റ് തന്നെ. അപ്പോൾ മുകളിൽ അത്രത്തോളം ഹൈറ്റ് ഉണ്ട്, താഴെയുണ്ട്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഡെസ്റ്റിനേഷനിൽ എന്താണെന്നുള്ള കാര്യം അറിയില്ല. കണ്ടോ, ഇത്രയും ഡേഞ്ചറായിട്ടുള്ള വഴികളാണ്. പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഞങ്ങളുടെ മക്കൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയതുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. ഇങ്ങനത്തെ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വരാം, കുട്ടികളുള്ളവർക്കൊക്കെ വന്ന് കാണാം. പക്ഷേ കണ്ടോ, ഈ പാത നീളുന്നത് എങ്ങോട്ടാണെന്നുള്ളത് ഞങ്ങൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സായിപ്പിനോട് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഇതൊരു പോകുന്നത് എന്ന് പറഞ്ഞാൽ ഒരു അബണ്ടന്റ് വില്ലേജാണ്. അതായത് ഇവിടുത്തെ ഏർലി ഹ്യൂമൻ ബീങ്സ് താമസിച്ചിരുന്ന ഒരു വില്ലേജ്, അബണ്ടന്റ് ആയിട്ടുള്ള. അപ്പോൾ അത് കാണാനാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏകദേശം ഡെസ്റ്റിനേഷന് അവിടെ എന്താണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് മുന്നേ കൂട്ടി അറിഞ്ഞു. പക്ഷേ വെരി സോറി, എനിക്ക് ആ ഡെസ്റ്റിനേഷനിലുള്ള കാഴ്ച എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. പകുതി എത്തുമ്പോൾ എൻ്റെ ഫോണിൻ്റെ ചാർജ് കഴിഞ്ഞു. അതിനുശേഷം ഞാൻ എൻ്റെ ഹസ്ബൻഡ് ഫോണിൽ എടുത്തു, അതിൻ്റെയും ചാർജ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ വെരി സോറി. അപ്പോൾ എനിക്ക് ആ ഒരു കാഴ്ച എനിക്കിതിൽ ഈ വീഡിയോയിലില്ല. അപ്പോൾ ജസ്റ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ അത് ഈ ഡെസ്റ്റിനേഷനിൽ അത്ര വലിയ ഇമ്പോർട്ടൻസ് ഇല്ല കേട്ടോ. ഇത്രയും നമ്മൾ ഭയങ്കര അഡ്വഞ്ചറായിട്ട് ചെന്നിട്ട് അവിടെ കാണാനുള്ളത് അത്ര വലുതായിട്ടില്ലെങ്കിലും ഈ നടത്താണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് കേട്ടോ.
അപ്പോൾ സിദ്ധുവിനൊക്കെ നോക്കിയിട്ട് സായിപ്പന്മാർ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. കാരണം ഭയങ്കര അത്ഭുതത്തോടെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം അവനൊക്കെ ഞാൻ സമ്മതിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇനിയും നമുക്കൊരു ഏകദേശം ഒരു മണിക്കൂറോളം യാത്ര ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, അതിലും കൂടുതൽ കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരം നിന്നും ഒക്കെ എങ്ങനെ പോവുമായിരുന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ. പിന്നെ ഇത് കുത്തനെയുള്ള എപ്പോഴും കുത്തനെയുള്ള ഒരു പ്രതലമല്ല. ചില സ്ഥലങ്ങൾ നമുക്ക് പാരലായിട്ടുള്ള സ്ഥലങ്ങളും ഉണ്ട്. ചില സ്ഥലത്ത് ഭയങ്കര കുത്തനെയായിട്ട് നമുക്ക് നമ്മുടെ കാല് പോലും വെക്കാൻ പറ്റാത്ത അത്രയും നാരമായിട്ടുള്ള പാത്ത് വേ ഉണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് ചെല്ലുമ്പോൾ അവിടെ ഒരു 2-3 സ്ഥലത്ത് ഒരു സിറ്റിംഗ് പ്ലേസ് ഉണ്ട്. അത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. നമുക്ക് എന്താ പറയുക കണ്ടോ, ആ ഒരു പാത്ത് വേയിലൂടെ വേണം നമുക്ക് പോകാൻ. രണ്ടാമത്തെ ജ്യൂസ് കടയിൽ ഞങ്ങൾ എത്തി. പിന്നെ അവിടെ നിന്ന് പോകണ്ടേ എന്നുള്ള ഡിസ്കഷനിലായിരുന്നു. കാരണം ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളിവിടെ ഈ ഒരു ടെന്നിൻ്റെ ഉള്ളിൽ കുറേ നേരം ഇരുന്നു. പിന്നെ ഞങ്ങൾ മക്കളോട് പറഞ്ഞു പോകണോ, ഇതേപോലെ തന്നെ തിരിച്ചും വരണം, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചു. അപ്പോൾ അവർക്ക് പോകണം, സിദ്ധുവിന് എന്തായാലും പോയേ പറ്റുള്ളൂ. പിന്നെ എനിക്ക് പേടി സ്വരേനെയാണ്, അവൾ അത്ര അഡ്വഞ്ചർ അല്ല. അപ്പം പക്ഷെ അവൾക്കും അവിടെ ആ ഒരു ട്രഷർ ഹണ്ട് എന്നുള്ള രീതിയിലായിരുന്നു. അവൾക്ക് എന്താണ് അവിടെ ലാസ്റ്റ് എന്താണ് എന്ന് കാണാനുള്ളൊരു ആകാംക്ഷ. കണ്ടോ, ഈ ഒരു പാതയിലൂടെയാണ് നമ്മൾ പോകുന്നത്, നിങ്ങൾ കാണുന്നുണ്ടോ? ഒന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ നമ്മൾ നേരെ താഴോട്ടും പോകും. എന്തും വരട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ യാത്ര തുടർന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ഞങ്ങൾ കുറച്ചേരം ഇരിക്കും, പിന്നെയും പോവും. എന്നാലും നല്ല രസമുണ്ടായിരുന്നു യാത്ര. പിന്നെ എല്ലാവരും യൂറോപ്യൻസ് ആയിരുന്നു കേട്ടോ. ഞാൻ മുന്നേ പറഞ്ഞ പോലെ അന്നത്തെ ദിവസം ഇന്ത്യ പ്രതിനിധീകരിച്ച് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്തിരുന്നാലും എൻ്റെ മക്കളെ ഞാൻ സമ്മതിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഏകദേശം അങ്ങോട്ടൊരു 4 കിലോമീറ്ററോളം ഇങ്ങോട്ടൊരു 4 കിലോമീറ്ററോ, അപ്പോൾ ടോട്ടൽ 8 കിലോമീറ്ററോളം നടക്കാനുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ നിന്ന് ഇരുന്നിട്ടൊക്കെയായിട്ട് നമ്മൾ പോകുന്നത്. ഒറ്റയടിക്ക് നടന്നിട്ടുള്ള ഒരു മെഷർമെൻ്റ് അല്ല ഞാൻ പറഞ്ഞത്. ഇങ്ങോട്ട് വരുമ്പോൾ ഉള്ളൊരവസ്ഥ എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല. കാരണം അങ്ങോട്ട് പോകുമ്പോൾ എല്ലാവരും നല്ല ഉത്സാഹത്തോടെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. നിങ്ങൾ ദൂരെ ഒരു പാത്ത് വേ കാണുന്നുണ്ടോ? അതിലൂടെയാണ് കേട്ടോ നമുക്ക് ഇനി പോകേണ്ടത്. എന്നെ വീണ്ടും ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വീഡിയോ എടുക്കണ്ട, വീഡിയോ എടുത്തു വരികയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കില്ലല്ലോ, പെട്ടെന്ന് താഴോട്ട് വീഴുന്ന പറഞ്ഞിട്ടാണ് എന്നെ ചീത്ത പറയുന്നത്. ഇവൻ എന്തിൻ്റെ കുഞ്ഞാന്ന് എനിക്കറിയത്തില്ല. ഇവനൊരു ക്ഷീണം ഉണ്ടായിരുന്നില്ല. സ്വര ഇടയ്ക്ക് വെച്ചൊരു ടയേർഡൊക്കെ ആയി അവള്. പക്ഷെ ഇവന് ഒരു തരത്തിൽ അവൻ ക്ഷീണിച്ചിട്ടില്ല. കാരണം അതിൽ അത്ഭുതമില്ല. കാരണം ഇവിടെ ട്രെഡ്മില്ലൊക്കെ അവന് 1 മണിക്കൂർ കൂടുതൽ അവന് വർക്ക് ചെയ്യാറുണ്ട്, ഓടാറൊക്കെ ഉണ്ട്. അപ്പോൾ അവൻ ഫിസിക്കലി നല്ല ഫിറ്റാണ്. ഇടയ്ക്ക് വെച്ച് ഫോൺ ഓഫായി പോയെന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നടന്നിട്ട് ലാസ്റ്റിലെ വ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അതെനിക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾ കണ്ടു, പക്ഷേ നിങ്ങളെ കാണിക്കാൻ പറ്റിയിട്ടില്ല. അതങ്ങനെ സസ്പെൻസായി കിടക്കട്ടെ. നിങ്ങൾ ഇങ്ങനെ ഹൈക്കിങ് ഇഷ്ടമുള്ളവർ അവിടെ പോയി കാണുക കേട്ടോ. ഓക്കെ, നമ്മൾ യാത്ര തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ. അവിടെ എത്തി ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഭയങ്കര രസമായിരുന്നു. സ്വര ഏകദേശം നല്ല ടയർഡായിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഞങ്ങളൊരു പ്ലാൻ ഉണ്ടാക്കി. ഞങ്ങളെ മെമ്പറിൻ്റെ ലീഡറാക്കിയിട്ട് അവളോട് പറഞ്ഞു മുന്നിൽ നടക്ക്, മുന്നിൽ നടക്ക്, നീയാണ് ഞങ്ങളെ ലീഡ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അവളെ പ്രോത്സാഹിപ്പിച്ച് മോട്ടിവേറ്റ് ചെയ്ത് അങ്ങനെ അവൾ ആ ഒരു ഇതിൽ നടന്നു. എന്നാലും എത്ര നടക്കും, തിരിച്ചൊരു 4 കിലോമീറ്റർ നടക്കണ്ടേ. അപ്പോൾ അങ്ങനെ പകുതി വെച്ച് അവൾ ഏകദേശമൊക്കെ ഒരു തീരുമാനമായി. പിന്നെ ഞങ്ങൾ കുറേ നേരം റെസ്റ്റ് എടുത്തിട്ടൊക്കെയാണ് വന്നത് കേട്ടോ. എന്നാലും അവൾ നടന്നു, വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇത് കണ്ടോ, ഇത് മോളിൽ നിന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ആ മോളിൽ നിന്ന് ഒരു കാറ് അതെങ്ങനെയാണെന്ന് പറ്റി വെച്ചാൽ ഞങ്ങളവിടെ അന്വേഷിച്ചു. അപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരാൾ ഗിയറിലിട്ടിട്ട്
കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് അവർ പുറത്തുനിന്ന് സ്റ്റാർട്ടാക്കിയതാണ്. കാറ് മാത്രം പോയിട്ട് മുകളിൽ നിന്ന് താഴേക്ക് വീണു. കാരണം അയാൾ എന്തിനു വേണ്ടിയിട്ട് പുറത്ത് നമ്മൾ സ്റ്റാർട്ടാക്കൂലേ ഗിയറിലിട്ടിട്ട്, അതിൽ വണ്ടി മുന്നോട്ട് പോയിട്ട് ചടിയതാണ്. ഓക്കെ, നിങ്ങൾ കാണുന്നുണ്ടോ? അത് വളരെ താഴെ ഭയങ്കര വലിയൊരു ഗർത്താണ് കേട്ടോ, പൊടി പോലും കിട്ടൂല. എന്നും വരട്ടെ എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. കുറേ ആയില്ലേ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നത്, എന്നെ ആരെങ്കിലും കണ്ടിരുന്നോ? അപ്പോൾ ഞാൻ വന്നിട്ടുണ്ടെന്ന് എങ്ങനെ അറിയാം? അതുകൊണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ ഒരു വീഡിയോ എടുക്കണം. അങ്ങനെ എൻ്റെ ഒരു ഷോ ഓഫാണിത്. താടക്കണ് നമ്മൾ ഈ വഴിയുടെ സൈഡിലൊക്കെ നിറച്ച് മുള്ളുള്ള മരങ്ങളുണ്ട് കേട്ടോ. ഇത് കണ്ടോ ഈ പാത്വേ, നിങ്ങൾ കാണുന്നുണ്ടോ? ഈ പാത്വയിലൂടെ ഇനിയും നമുക്ക് പോകണം. ഓക്കെ, താഴോട്ട് നോക്കുക നിങ്ങൾ എത്ര ഡേഞ്ചറാണെന്ന്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ ഒമാനിലുള്ള എല്ലാവരും ഈ ഒരു സ്ഥലം പോയി കാണണം. എന്താ പറയുക, പറയാൻ വാക്കുകളില്ല, അത്രമാത്രം മനോഹരമാണ്. താങ്ക് യു.